ഹലോ, വെൽക്കം ബാക്ക് ടു റഹ്മാൻ റൂട്ട്സ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. സൂക്ക് വക്കീഫിൽ നടക്കുന്ന മാംഗോ എക്സിബിഷനിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയിരുന്നു. അപ്പം അവിടെ ഇഷ്ടംപോലെ സ്റ്റാളുണ്ട്. ലുലുവിൻ്റെ, അതേ കണക്കിന് സഫാരിയുടെ, പിന്നെ അങ്ങനെ പല ഹൈപ്പർ മാർക്കറ്റുകളുടെയും പല റെസ്റ്റോറൻറ്റുകളുടെയും നല്ല അടിപൊളി സ്റ്റാളുകൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിൽ മാംഗോ ഉപ്പിലിട്ട മുതൽ പിന്നെ പല വെറൈറ്റി ഐറ്റംസും കാര്യങ്ങളും പല ടൈപ്പ് മാങ്ങകളും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ മാംഗോൻ്റെ കുറേ ടൈപ്പ് ഐസ്ക്രീം പല ഷോപ്പുകളിലും പല റേറ്റുമാണ് ഐസ്ക്രീമിനൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പിന്നെ ഒരു റൗണ്ട് നടന്നു കഴിഞ്ഞാൽ എല്ലാ റേറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാവും. എന്നിട്ട് ഓരോ സ്റ്റാൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നമ്മൾക്ക് നമ്മൾക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളവിടെ പോയി നമ്മൾ പിന്നെ മാംഗോയുടെ ജ്യൂസ്, പിന്നെ അതേ കണക്കന്നെ പാനിപൂരി അല്ല ദൈപൂരി നമ്മൾ എടുത്തത്. ദൈപൂരി ഞങ്ങൾ ഇതുവരെ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ടേസ്റ്റ് ഇവിടുന്ന് കഴിച്ചതാണ് തോന്നിയത്. നാട്ടിൽ നിന്ന് സ്ഥിരം കഴിക്കുന്നതാണ്, പക്ഷേ ഇവിടുന്ന് കഴിച്ച ഈ ദൈപൂരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതേ കണക്കന്നെ മാംഗോയുടെ ഈ ട്രീ എന്ന് പറയുന്നത്, ഇതിലെ മാംഗോ പിന്നെ പ്ലാസ്റ്റിക്കാണ് അവർ ഹാങ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്നാലും അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഒറിജിനലാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കുറച്ച് വലിയൊരു ട്രീ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പിന്നെ ആൾക്കാർ നിന്ന് ഫോട്ടോ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളും അവിടെ കുറച്ച് സമയം നിന്നു. പിന്നെ കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല, ചിലപ്പോൾ സെക്യൂരിറ്റി പിടിച്ച് മാറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ഇഷ്ടം പോലെ എത്രയോ ജനങ്ങൾ അതിൻ്റെ അകത്ത്, പിന്നെ ഒരു ടെന്നിൻ്റെ അകത്ത് എനിക്കൊന്ന് ഒരു 1000-2000 ആൾക്കാർ ആ ഒരു ടെന്നിൻ്റെ അകത്ത് ഉണ്ടെന്നാണ് തോന്നുന്നു. അത്രക്കും ആൾക്കാരുണ്ട്. കാലുകുത്താൻ സ്ഥലമില്ല. പിന്നെ നാളെയാണ് ഇത് അവസാനിക്കുന്നത്. നാളെ ലാസ്റ്റ് ഡേറ്റാണ് ഇതിൽ അവർ തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ എന്നെ എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്താണെന്ന് അറിയില്ല, പക്ഷെ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. മാംഗോ റേറ്റ് നല്ല കുറവ് ഇതായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. എന്നാലും പല ടൈപ്പ് മാംഗോ നമുക്കവിടെ കിട്ടും വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല റെസ്റ്റോറൻറ്റും പല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. ഐസ്ക്രീം 2 ഷോപ്പിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങിച്ചായിരുന്നു. കുട്ടികൾക്ക് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു, പിന്നെ നമ്മൾ വേറൊരു ഷോപ്പിൽ നിന്ന് നമ്മൾക്ക് രണ്ടാക്കും വേറൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ 2 വാങ്ങിച്ച ഐസ്ക്രീമും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികൾക്ക് വാങ്ങിച്ച ഇവിടെ കുറച്ച് ഒരു തിക്കായിട്ടുണ്ടായിരുന്നു ഐസ്ക്രീം, കുറച്ചൊരു കട്ടിയുണ്ട്. പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറം വേറൊരു ഷോപ്പുണ്ട്, അവിടെ നിന്നാണ് വാങ്ങിച്ചത്. അവിടെ പിന്നെ ഐസ്ക്രീം കുറച്ചൊരു ലൂസായിരുന്നു. 2 ഷോപ്പിലും റേറ്റും മാറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ റേറ്റ് മാറ്റം കണ്ടതുകൊണ്ട് നമ്മൾ 2 ഷോപ്പിൽ നിന്നായിട്ട് വാങ്ങിച്ചതാണ്. എന്താണ് ഇതിൻ്റെ മാറ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ ഈ ഐസ്ക്രീമിന് 3 റിയാലും പിന്നെ കുട്ടികൾക്ക് വാങ്ങിച്ചത് 5 റിയാലുമാണ് ഐസ്ക്രീമിന് വരുന്നത്. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ മാറ്റങ്ങൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു കിട്ടുന്ന അവസരമാണ്. പിന്നെ ഒരു കുടക്കിയിൽ പല ടൈപ്പ് മാങ്ങ കാര്യങ്ങൾ, അതിൻ്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെയുള്ള ഒരു എക്സിബിഷനാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുക. നമ്മളവിടുന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്ന് അത്യാവശ്യം കുട്ടികൾക്ക് ഒന്ന് കുറച്ച് സൂക്ക് വാക്കിഫിൻ്റെ അകത്ത് കയറി കാണിച്ചു. പിന്നെ അതിൻ്റെ ഇടയിൽ ഈ ഒരു പിന്നെ പെറ്റ്സിൻ്റെ ഏരിയയിൽ കയറിയപ്പോൾ ഈ ഒരു പക്ഷിനെ കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ചൈനീസ് ക്യൂലാണെന്ന് പറഞ്ഞത്. നമ്മളെ കാടക്കോഴി ഉണ്ടല്ലോ, അത് ചൈനീസിൻ്റെയാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ ഈ ഒരു പക്ഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിങ്ങനെ കുറച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം അവിടുന്ന് കുറച്ച് പകർത്തി. പിന്നെ അപ്പോൾ മക്കൾക്ക് പിന്നെ ഇത് വാങ്ങിക്കണം എന്നുള്ള ഭയങ്കര ഇതാണ്. പക്ഷെ നമ്മൾക്ക് ഇവിടെ വളർത്താൻ വേണ്ടിയിട്ട് വലിയൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. ഇൻഷാല്ലാ വാങ്ങിക്കുന്ന ഒരു വീഡിയോ ഇതിന് പിന്നാലെ നമ്മൾ ഇടുന്നതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോൾ സൂക്ക് വാക്കിഫിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിലേക്ക് കയറാറുണ്ട്. ഈ ഷോപ്പിൽ ഈ ഒരു പിന്നെ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിൽ പല ടൈപ്പും ഉണ്ട്. പിന്നെ അവർ ഓംപ്ലേറ്റ് വെച്ചിട്ട് ഉണ്ടാക്കി തരും. പിന്നെ അതേ കണക്കിന് ചിക്കൻ മസാല ഉണ്ട്, പിന്നെ വേറെയും മസാലകളുണ്ട്. ഏത് മസാലയോ വേണ്ടു പറഞ്ഞാൽ ആ മസാലയിലേക്ക് പിന്നെ അവർ ചെയ്തു തരുത്താണ്. അപ്പം എനിക്ക് ഈ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇന്ന് പോയി കഴിഞ്ഞാലും കഴിക്കും. ഇതിന് വരുന്നത് 5 റിയാലാണ് ഇവിടെ വരുന്നത് ഒരു പിന്നെ റോളിന്. അപ്പോൾ അവരെ സ്പെഷ്യൽ മേക്കിംഗ് ആണ്. പിന്നെ അപ്പോൾ അത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എല്ലാവർക്കും അധികം ഇഷ്ടപ്പെടും. ഇവിടെ ഭയങ്കര ലൈനാണ് ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് അവിടുന്ന് പിന്നെ ബില്ല് പിന്നെ ക്യാഷ് പേ ചെയ്തിട്ട് അതിൻ്റെ സ്ലിപ്പ് എടുത്ത് നേരെ ക്യൂ നിൽക്കണം. നമ്മളെ മാവേലി സ്റ്റോറിലൊക്കെ ഉണ്ടാകുന്ന ക്യൂ കണക്കിനെയാണ്. വലിയ ക്യൂ ഉണ്ട്. ആ ക്യൂവിൽ നിന്ന് കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് വേണം കഴിക്കാൻ. പിന്നെ അതിനു മുമ്പ് ആരും കൂടെ ഉണ്ടെങ്കിൽ അവിടെയുള്ളൊരു സീറ്റ് പിടിച്ച് വെക്കുക, ഇല്ലെങ്കിൽ സീറ്റ് കിട്ടൂല. പിന്നെ തേഴ്സ്ഡേയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫാമിലീസിനായിരിക്കും സീറ്റ് അധികം അവിടെ
പിന്നെ ബാച്ചിലേഴ്സിന് സീറ്റ് കുറവാണ്. ബാച്ചിലേഴ്സിനകത്തേക്ക് വിടുന്നതും ആ ഒരു ഏരിയയിലേക്ക് വിടുന്നതും കുറവാണ്. ഇപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.